ഹരേ കൃഷ്ണ, നമസ്തേ. നേരെ ഓൺലൈനിലേക്ക് സുസ്വാഗതം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് കർക്കിടക വാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കർക്കിടക വാവ് എന്ന് പറയുന്നത് നമ്മളുടെ, അതായത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. അതിന്റെ കാരണം നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മളെല്ലാം പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധമൂട്ടുന്ന ദിവസം, അതായത് പിതൃക്കൾക്ക് ബലിയിട്ട് ശ്രാദ്ധം മുട്ടുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ, അതായത് നമ്മൾ പൗരികമായിട്ട് തന്നെ അനുഷ്ഠിച്ചും നമ്മൾ വളർന്നു വരുമ്പോഴേ കണ്ട് ശീലിച്ചു വരുന്ന ഒരു ഏറ്റവും വിശേഷ ഒരു ദിവസമാണ്. കാരണം കർക്കിടകം എത്തുമ്പോൾ തിരുവോണത്തിന് മുമ്പായിട്ട് നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള കർക്കിടകത്തിലെ രണ്ട് പ്രധാന ദിവസങ്ങൾ, ഒന്ന് രാമായണ മാസാരംഭവും പിന്നെ കർക്കിടക വാവ് ബലിയാണ്. ഈ കർക്കിടക വാവ് ബലി എന്തുകൊണ്ട് പ്രാധാന്യം വരുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം അറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആൻസെസ്റ്റേഴ്സ്, പൂർവികര്, അവർ തന്ന ഒരു പാരമ്പര്യം, അതിൻ്റെ ഒരു അനുഗ്രഹം, അവർ തന്ന ഭാഗ്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരോടുള്ള ഒരു സ്മരണ, അവരോടുള്ള ഒരു നന്ദി പ്രകാശനം, ഇതൊക്കെയാണ് കർക്കിടക വാവ് ബലിക്ക് നമ്മൾ ആ ബലി തർപ്പണം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഞാനിത് എടുത്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്തായിട്ട് അസ്ട്രോളജിയിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത എൻ്റെ ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്ത്, പുള്ളി ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കക്ഷിയാണ്. അദ്ദേഹം US AI റിസർച്ച് ചെയ്യുന്ന കക്ഷിയാണ്. പുള്ളി ചോദിച്ചു, സാറേ, നമ്മൾ ഈ ബലി തർപ്പണം ചെയ്യുന്നു, അത് പിതൃക്കൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മാത്രമല്ല, എൻ്റെ പിതാവ് മരിച്ചിട്ട് 10-20 വർഷമായി. അപ്പൊ ഇനി ഞാൻ ബലി തർപ്പണം ചെയ്യേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യുമോ? സ്വാഭാവികമായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ കർക്കിടക വാവ് ബലി ഇടുന്ന പല വ്യക്തികൾക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. കാരണം പുള്ളി അതിൽ പറഞ്ഞ മറ്റൊരു പ്രധാന ഘടകമുണ്ട്. പുള്ളി പറഞ്ഞു, നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ജനിക്കില്ലേ? അപ്പൊ എൻ്റെ അച്ഛൻ 20 വർഷം മുമ്പ് മരിച്ച അച്ഛൻ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കുഞ്ഞായി ജനിച്ച് വേറൊരു ജീവിതം നയിക്കായിരിക്കില്ല, അദ്ദേഹത്തിന് ഞാൻ ഈ ബലിയിടേണ്ട കാര്യമുണ്ടോ? നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ നേരിടുമ്പോൾ അത് കൃത്യമായിട്ട് അതിന് നമുക്ക് മനസ്സിലൊരു മറുപടി പെട്ടെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അതിന് മറുപടി ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചതാണ്. കാരണം ഞങ്ങൾ ഇപ്പം നമുക്കെല്ലാം അറിയാം, നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ന്യൂജനായിട്ടുള്ള കുട്ടികളെല്ലാം ഏറ്റവും കൂടുതൽ വിദേശങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. അവർക്ക് ഇനി തിരിച്ചിങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ടു, ഇദ്ദേഹം വിദേശത്ത് മാരേജ് ചെയ്ത് അവിടെ അങ്ങ് സെറ്റിലായാൽ പിന്നെ നാടുമായിട്ടൊരു ബന്ധവുമില്ല. ആ വിദേശത്ത് അവർക്ക് ബലിയിടാനുള്ള സൗകര്യങ്ങളും ഇല്ല. അപ്പൊ അവർ ചോദിക്കുന്ന ഇതാണ്, ഞങ്ങളിപ്പോൾ 5 വർഷമായിട്ട് UK അവിടെ സെറ്റിൽഡാണ്, സ്വന്തമായിട്ട് വീട് വാങ്ങി, ഇനി ഞങ്ങൾ കേരളത്തിലേക്ക് വരാനും പോകുന്നില്ല, അപ്പൊ ഞങ്ങൾക്ക് ബലിയിടാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇനി അടുത്തൊരു തലമുറയെ സംബന്ധിച്ച് ഇത്തരം ബലി തർപ്പണം, അതുപോലുള്ള റിച്വൽസ്, ആചാരാനുഷ്ഠാനങ്ങളൊന്നും നമുക്ക് ഇതുപോലെ നിലനിർത്താൻ കഴിയുമോ എന്ന് തന്നെ സംശയത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഞാനിതിൽ ഒന്നേ പറയുന്നുള്ളൂ, എന്താണ് ബലി തർപ്പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ അദ്ദേഹം ചോദിച്ച പോലെ നമുക്ക് ശ്രാദ്ധം എന്ന് പറയുന്നതിനെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം. ആ ബലി തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിലം, അതായത് എള്ളും പൂവും ജലവും ആയിട്ട് തർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക എന്നാണ്. അത് പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന്, ലോകത്ത് എവിടെയിരുന്ന് ചെയ്യാം. ഇനി ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നൂടെ പറയാം.
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ മനുഷ്യരും, നമ്മൾ ഇപ്പോൾ 60 വയസ്സായ ഒരാളിനെ സംബന്ധിച്ച് 60 വർഷം മുമ്പ് ഈ പ്രപഞ്ചത്തിൽ കിടന്ന ഒരു എനർജി ഫോം, പ്രാപഞ്ചികമായ ഒരു ഊർജത്തിൽ നിന്ന് ഒരു കണികയാണ് നമ്മൾ. ആ കോസ്മിക് എനർജിയുടെ ഒരു പാർട്ടാണ് നമ്മൾ 60 വർഷം മുമ്പ് ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മയുടെ ബീജത്തിലൂടെ നമ്മൾ ഭൂമിയിലേക്ക് വരികയാണ്. അതായത് നമ്മൾ മാറ്ററായിട്ട് മാറി വരികയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു എനർജി മാറ്റർ ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് ആ മാറ്റർ ഫോം ആവാനും അതിലൂടെ നമ്മുടെ എല്ലാവിധമായ ആഗ്രഹങ്ങളും കടമകളും കടപ്പാടുകളും തീർക്കാനും ഒരവസരം ഒരുക്കി തന്നത് ഈ നമ്മുടെ ബീജം വഹിച്ച ബീജവാഹിയായ അച്ഛനും അമ്മയുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ അച്ഛനും അമ്മയ്ക്ക് ഇതുപോലെ ഭൂമിയിൽ വരാൻ അവസരം ഒരുക്കി കൊടുത്ത മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ അങ്ങനെ ഒരു, നമുക്ക് എന്ത് പറയും, നമ്മളിപ്പോ ഒരു കുടുംബത്തിൽ വന്ന് ഒരച്ഛൻ്റെ അമ്മയുടെ മകനായി ജനിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ആ ജനറ്റിക്കലി നമ്മളെ DNA ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗുണങ്ങളും സവിശേഷതകളും നമ്മളിലേക്ക് വരുന്നുണ്ട്, ഇല്ലേ? ആ ഗുണങ്ങളും സവിശേഷത എന്താണ്? നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ആഹാര രീതിയിൽ, നമ്മുടെ ചിന്താധാരകളിലൊക്കെ ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ പറയില്ലേ, ചില കുടുംബങ്ങളിൽ പുതുതായി ജനിക്കുന്ന കുട്ടി വളരെ ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കും. അപ്പൊ ആ ചിത്രം വരയ്ക്കുന്ന കുട്ടിയുടെ ചിലപ്പോൾ അച്ഛനും അമ്മയും വരച്ചെന്നിരിക്കില്ല, മുത്തശ്ശനോ മുത്തശ്ശനോ നല്ല വരയ്ക്കാൻ കഴിവുള്ളവരായിരിക്കും. അത് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സകാര രൂപത്തിൽ, അതായത് നിരാകാര ബ്രഹ്മത്തിൽ നിന്ന്, നിരാകാരമായ ആ പ്രാപഞ്ചിക ഊർജത്തിൽ നിന്ന് ഒരു സകാര ബ്രഹ്മമായിട്ട്, അതായത് ഒരു മാറ്ററായിട്ട് ഫോം ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിന് അതിന് മുന്നേ ആയിട്ട് ഏത് മാറ്ററാണോ നമുക്ക് അത് സ്ഥാനം തന്നത്, ആ അച്ഛനും അമ്മയുടെ ആ പാരമ്പര്യത്തിന്റെ DNA, ക്രോമസോം, അവരുടെ സംസ്കാരം, അവരുടെ രീതികൾ, ഇതെല്ലാം നമ്മളെ ഉറപ്പായിട്ടും നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന് നമുക്ക് അവരോട് കടപ്പാടുണ്ട്, അല്ലെങ്കിൽ കടമയുണ്ട്. ഈ കടമയും കടപ്പാടുമാണ് നമ്മൾ ബലിതർപ്പണത്തിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ അച്ഛൻ അമ്മ അവര് മരിച്ചുപോയി, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് 20 വർഷമായി. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ഹൈന്ദവ പുരാണങ്ങളിൽ ഒക്കെ പറയുന്ന, അതായത് അഗ്നിപുരാണം, അതുപോലെ തന്നെ മാർക്കണ്ഡേയ പുരാണം, ഇങ്ങനെയൊക്കെയുള്ള പുരാണങ്ങളിൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, ഒരു വ്യാഴവട്ടം, അതായത് 12 വർഷം കഴിഞ്ഞാൽ ഒരു സോള്, അതായത് അപമൃത്യൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, സ്വാഭാവിക മരണമാണെങ്കിൽ ആ സോള് വീണ്ടും വേറെ എവിടെയെങ്കിലും ജനിക്കും. അത് അവരുടെ പൂർവ്വ ജന്മത്തിൽ ചെയ്ത സുഹൃത ദുഷ്കൃത അനുസരിച്ച് മനുഷ്യനായിട്ടോ ജീവജാലമായിട്ടോ പക്ഷിയായിട്ടോ എവിടെയെങ്കിലും ജനിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ജനിച്ച് കഴിയുമ്പോൾ അവർ വേറെ ഒരു കുലത്തിൽ അല്ലെങ്കിൽ വേറെ ഇടത്താണ് പോകുന്നത്. അവിടെയുള്ള അവരുടെ ഒരു സിസ്റ്റം വേറെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ അച്ഛനും അമ്മയും ആയിരുന്ന സമയത്തുണ്ടായിരുന്നു നമ്മളെ ആ ഒരു നമുക്കൊരു എന്താ പറയാ, ജീവൻ തന്ന ആ ജീവന് നിലനിൽക്കാനുള്ള നമ്മുടെ തന്നെ അവർ തന്ന ഒരു ബീജം ഉണ്ട്. ആ ബീജത്തിന് വളർന്നാണ് ഇത്രയും വലുതായത്. നമ്മളൊരു വിത്തിൽ നിന്നല്ലേ ഒരു വലിയ വൃക്ഷം അല്ലെങ്കിൽ ചെടി ഉണ്ടാവുള്ളൂ. ആ ചെടിയിൽ തീർച്ചയായിട്ടും നമ്മള് പിന്നെ വൈദികമായിട്ട് പറഞ്ഞാലും സയന്റിഫിക്കായിട്ട് പറഞ്ഞാലും പഞ്ചഭൂതാത്മകമാണ് ഒരു ബോഡി, ശരീരം. അത് പിന്നെ ജീവനുള്ള എന്തും അങ്ങനെ തന്നെയാണ്. അതിൽ ആ പഞ്ചഭൂത തത്വത്തിന് വേരിയേഷൻ വരും. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ പഞ്ചഭൂത തത്വങ്ങളിൽ ജലം, ആകാശം, ഭൂമി, വായു, ഇതെല്ലാം ഉണ്ട്, അഗ്നി, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ പഞ്ചഭൂത തത്വം നമ്മൾ സ്വീകരിച്ചത് നമ്മുടെ അച്ഛൻ്റെ അമ്മയിൽ നിന്നാണ്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ഒരു ബോഡി കെമിസ്ട്രിയും ഒരു സംസ്കാരവും ഒരു പിന്നെ പ്രാരാബ്ദവും ഒക്കെ ഉണ്ട്. ഇതിനെ ശുദ്ധീകരിക്കാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പിതൃക്കളെ സങ്കല്പിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണ്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കഴിയുന്നത്ര നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ബലിതർപ്പണം ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കോവിഡ് ഒക്കെ വന്ന സമയത്ത് പലരും ഈ തീർത്ഥഘട്ടങ്ങളിലോ ക്ഷേത്രങ്ങളിലോ പോയി ബലി തർപ്പണം ചെയ്യാൻ കഴിയാത്തവര് അന്ന് ഇതുപോലെ ബലിതർപ്പണ മന്ത്രങ്ങൾ ഉൾപ്പെടെ യൂട്യൂബിലൂടെ പ്രചരിച്ചു. കുടുംബത്ത് തന്നെ എല്ലാവരും ബലിയിട്ടു. പണ്ട് കാലത്ത് കുടുംബത്തിൽ തന്നെ ബലിയിടുമായിരുന്നു. കാരണം ബലി തർപ്പണം ചെയ്യുന്നതിന്റെ 2 ദിവസം നമ്മൾ കൃത്യമായിട്ട് ശുദ്ധവൃത്തിയും വ്രതവും അനുഷ്ഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ ഉണ്ണുക എന്ന് പറയും. അതിന്റെ അർത്ഥം സ്ഥിരം കഴിക്കുന്ന ആഹാരം ഒരു നേരമേ കഴിക്കുകയുള്ളൂ, അരി ആഹാരം. അങ്ങനെ നമ്മൾ വളരെ ശുദ്ധവൃത്തിയോടെ ജീവിച്ച് കുടുംബത്ത് തന്നെ ബലിതർപ്പണം ചെയ്തിരുന്നു. അപ്പൊ അതുപോലെ നമ്മളെ സംബന്ധിച്ചിപ്പം വിദേശത്താണ്, നമുക്ക് നാട്ടിൽ വന്ന് ബലിതർപ്പണം ചെയ്യാൻ കഴിഞ്ഞില്ല, എന്ത് ചെയ്യും? നാട്ടിൽ വന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുത്ത ചെയ്യുന്നത്, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ആ പിതൃക്കളോട് സ്മരണ പുലർത്തുക. കഴിയുന്നതും ഈ ബലിതർപ്പണത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഈ എള്ളും പൂവൊക്കെ സമർപ്പിക്കുന്നതിന് തുല്യമായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വ്രതാനുഷ്ഠാനം. കാരണം നമ്മൾ ആ ഒരു വാവ് ബലിക്ക് വേണ്ടിയിട്ട്, കർക്കിടക വാവ് ബലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ആ ഒരു ദിവസം. ഇപ്പൊ ഈ വർഷത്തെ കർക്കിടക വാവ് ബലി വരുന്നത് കർക്കിടകം 27-ന്, അതായത് ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. ആ ദിവസം നമ്മൾ ശുദ്ധവൃത്തിയും വ്രതവും എടുക്കുക. ബലി തർപ്പണം നടത്തുന്നതിന് സാധാരണ അങ്ങനെ ചെയ്യുന്നവരെല്ലാം തലേ ദിവസം എടുക്കാറാണ്. അപ്പൊ ആ 2 ദിവസം വ്രതാനുഷ്ഠാനം നോക്കുക. ദാറ്റ് മീൻസ് ഇപ്പം വെജിറ്റേറിയൻ ആയിരിക്കുക, ഒരിക്കലൊന്നും തന്നെ നിർബന്ധം പറയുന്നില്ല, വെജിറ്റേറിയനെങ്കിലും ആവുക. 2 പിന്നെ പഞ്ചമകാരങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അതായത് മത്സ്യമാംസം, മദ്യം, മൈഥുനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ശുദ്ധവൃത്തി പാലിക്കുക. 2 ദിവസവും പിതൃസ്മരണയോടെ ജീവിച്ചാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെടും. ഇത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത്, പുള്ളി US-ലാണ്. അവിടെ പുള്ളിക്ക് പിന്നെ അത്യാവശ്യം യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളാണ്. പക്ഷെ വ്രതാനുഷ്ഠാനം ചെയ്യാൻ പറ്റും, ഈ ശുദ്ധവൃത്തി പാലിക്കാൻ പറ്റും. പിതൃസ്മരണ. കാരണം നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നു. നമ്മൾ ഇവിടെ വരാൻ നമുക്ക് ഇടയാക്കിയ അച്ഛൻ, അമ്മ, പിന്നെ നമുക്ക് അതിനകത്ത് അവരുടെ പാരമ്പര്യം, അതിൽ നിന്ന് ആർജിച്ച അവർ തന്ന സംസ്കാരം, അവർ തന്ന സ്വത്ത്, അവർ തന്ന വിദ്യാഭ്യാസം, അവർ തന്ന ഇതെല്ലാം അവരാണ് ഭൂമിയിൽ നിലനിൽക്കാൻ നമുക്ക് തന്നത്. നമ്മളെ ട്യൂൺ ചെയ്തവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ രക്ഷിതാക്കളോടുള്ള ഒരു പൂർവിക സ്മരണ നമ്മളെ തന്നെ ശുദ്ധീകരിക്കും. അപ്പൊ ആ വ്രതാനുഷ്ഠാനം കൊണ്ടും നമ്മുടെ സ്മരണ കൊണ്ടും നമ്മളിൽ തന്നെ നമ്മുടെ പാരമ്പര്യത്തോടും നമ്മുടെ ആ ഒരു സംസ്കാരത്തോടും നമുക്ക് ഭൂമിയിൽ വരാനുണ്ടായതിൻ്റെ ആ ഇതിനെല്ലാം ഉള്ള ഒരു നമ്മളെന്ത് പറയും, നന്ദി പ്രകാശനമാണ്. നമ്മൾ ഈ ആധുനിക ലോകത്ത് ന്യൂജനായിട്ടുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നത് എല്ലാം സയന്റിഫിക് ആയിട്ടാണ്. അവരോട് ഞാൻ പറയുന്നു, നമ്മുടെ സയന്റിഫിക് തത്വത്തിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, നമ്മളൊരു കല്ലെടുത്ത് അങ്ങോട്ട് എറിഞ്ഞാൽ അത് തിരിച്ചു വരും. ഐസക് ന്യൂട്ടന്റെ ലോ ഓഫ് അട്രാക്ഷൻ അതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവരോടൊരു നന്ദി എങ്കിലും പ്രകാശിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പോസിറ്റീവ് എനർജി, പുണ്യം നമ്മളിൽ നിൽക്കും. ഇതാണ് ബലിതർപ്പണത്തിന്റെ പ്രധാന ഉദ്ദേശം. അതേസമയം നമുക്ക് പണ്ട് കാലത്തൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഇല്ലം വല്ലം നെല്ലി. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ഇല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബലിതർപ്പണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കുടുംബത്ത് തന്നെ ബലിയിടാം, അത് ഒരു വിധി. 2, നെല്ലിയും വല്ലവും എന്ന് പറയുന്നത് തിരുവല്ലം, തിരുനെല്ലി. കേരളത്തില് ബലിതർപ്പണത്തിന് ഏറ്റവും പ്രധാനമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളാണ് തിരുനെല്ലി, തിരുവല്ലം, തിരുനാവായ, ഇതുപോലുള്ള, അതുപോലെ ആലുവ, മണപ്പുറം, ഇതുപോലുള്ള പുരാതനമായ ബലി തീർത്ഥഘട്ടങ്ങൾ. അതിൽ ഇപ്പോൾ തിരുവല്ലം എന്ന് പറയുന്നത് പരശുരാമസ്വാമി പ്രത്യക്ഷമായി ശങ്കരാചാര്യസ്വാമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ആ ഒരു അനുഷ്ഠാനം നടത്തിയ ഒരു ക്ഷേത്രമായതുകൊണ്ടാണ്. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി,
നമ്മുടെ പുറമേയുള്ള ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു മരണം നടന്നാൽ പോലും അന്ന് ആ ഡെഡ് ബോഡി എടുക്കുന്നവരെയും ആ ക്ഷേത്രം അടച്ചിട്ട് പൂജകൾ മാറ്റിവെക്കും. കാരണം അത് പുണ്യാഹം നടത്തും. അതിന്റെ കാരണം അത്രയ്ക്ക് ശുദ്ധവൃത്തിയാണ് ക്ഷേത്ര ചൈതന്യത്തിന് ആവശ്യമുള്ളത്. അതേസമയം നമ്മൾ ചിന്തിച്ചു നോക്കൂ, തിരുവല്ലം ക്ഷേത്രത്തിൽ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ ബലിതർപ്പണങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആചാരവിധിയുള്ള ഒരു ക്ഷേത്രമാണ് തിരുവല്ലം. അതുപോലെ തിരുനെല്ലി പിതൃതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. നമ്മൾ തിരുവല്ലം ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രാധാന്യം ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് തന്നെ ബലി തർപ്പണങ്ങൾ ചെയ്യുകയും അത് സ്വീകരിക്കുന്ന ഒരു പരശുരാമ സങ്കല്പത്തിലുള്ള മഹാവിഷ്ണുവും ഉള്ള ശരിക്കും മത്സ്യമൂർത്തി ഉൾപ്പെടെയുള്ള ഒരു വളരെ പുരാതനമായ ക്ഷേത്രമാണ്. ഒരു പക്ഷേ വിദേശത്താണ്, നമുക്ക് അവിടെ നിന്ന് ബലിയിടണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ നാട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട്, ഇപ്പൊ എൻ്റെ സ്ഥിരമായിട്ടുള്ള അസ്ട്രോളജിക്കൽ ക്ലയൻസ് പലരും ഈ ബലിതർപ്പണം വരുന്നതിന് അടുത്ത് വരുമ്പം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താറുണ്ട്, പിന്നെ സ്വാമി എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന മറ്റൊന്നുമല്ല, അവരുടെ കുടുംബത്തിന്റെ തറവാട്ട് പേരുണ്ടെങ്കിൽ ആ തറവാട്ട് പേരിൽ ഒരു തിലഹവനം ചെയ്യിക്കുക. തിലഹവനം ചെയ്യുമ്പോൾ തന്നെ ആ ദിവസം ചെയ്യുന്നതിന് പിതൃക്കൾക്ക് സുഹൃതം കിട്ടും. രണ്ടാമത്തേത്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ തിലഹവനം പോലെ തന്നെ ആ ദിവസം ഇതുപോലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ അവിടെ നിന്ന് ഒരു അന്നദാനം, സാധുക്കൾക്ക് ഏറ്റവും നന്നായിട്ട് അന്നദാനം നടക്കുന്ന ഏതെങ്കിലും പിതൃമുക്തിയുള്ള ക്ഷേത്രത്തിൽ തന്നെ അന്നദാനത്തിന് കൊടുക്കുക. 9 അന്നദാനവും ഒരു തിലഹവനവും ചെയ്താൽ തന്നെ നമ്മളന്ന് നേരിട്ട് വന്ന് ചെയ്യുന്നതിന് തുല്യമാണ്. വർഷങ്ങളായിട്ട് ഞാനത് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും അവർ നാട്ടിൽ വരുന്ന സമയത്ത് ഒരു ബലിയ തർപ്പണം ചെയ്യട്ടെ. ഇനി നമുക്കിപ്പോ കർക്കിടക വാവ് ബലി വരുന്ന ആ ദിവസം, അതായത് ഈ വർഷത്തെ ആണെങ്കിൽ ഞാൻ എടുത്തു പറഞ്ഞു ഓഗസ്റ്റ് 12-ാം തീയതി, അതായത് കർക്കിടക 27-ാം തീയതിയാണ്. ആ ദിവസം നമുക്ക് ഈ ബലിതർപ്പണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം, അതായത് എപ്പോഴും ബലിതർപ്പണത്തിന് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ കർത്തവാവും അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രവും വരുന്ന ദിവസം. ഇതിലേതെങ്കിലും ഒരു ദിവസം നമ്മൾ ബലിതർപ്പണം നടത്തി പിന്നെ നമ്മൾ കർക്കിടകവാവിന് ചെയ്യേണ്ടതായ ആ ഇത് പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിൽ കരുതുക, നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ യഥാവിധി പിതൃക്കളെ സ്മരിക്കുകയും അന്ന് വ്രതാനുഷ്ഠാനം നടത്തുകയും പിന്നെ ആ ദിവസം കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കർത്തവാവിനോ അല്ലെങ്കിൽ ഒരു പിന്നെ തിരുവോണം നക്ഷത്ര ദിവസമോ എങ്കിലും നമ്മൾ ബലിതർപ്പണം നടത്തി അല്ലെങ്കിൽ അതിന് അവിടെ തിലഹവനമെങ്കിലും ചെയ്യിപ്പിച്ച് പിതൃസ്മരണ പുലർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാക്കും. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആസ്ട്രോളജിക്കലി ധാരാളം വ്യക്തികളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മൾ ജാതകം പരിശോധിക്കുമ്പോൾ അതിൽ വരുന്നൊരു കാരണം, ജാതകത്തിൽ പിതൃദോഷം അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ കടുത്ത പ്രതിസന്ധികൾ വരുന്നത് ഗുളികദോഷം, സർപ്പദോഷം, ഇത് രണ്ടും വരുമ്പോഴാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഗുളികദോഷം. ഈ ഗുളികദോഷം നിന്നാൽ നമ്മൾ അതിന് ലൈഫിൽ എത്ര വിജയിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാലും ഏതെങ്കിലും ഒരു സമയത്ത് പരാജയത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ വരും. ഇപ്പൊ നമുക്ക് 2ാം ഭാവത്തിലാണ് ഗുളിക നിൽക്കുന്നതെങ്കിൽ അത് പിതൃദോഷമാണ്. ഇതുപോലുള്ള പിന്നെ ഒന്നുകിൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ വന്ന ഏതെങ്കിലുമൊക്കെ ശാപതാപ ദോഷങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തറവാട്ടിൽ നിന്ന് പിതൃക്കൾ ചെയ്ത ചെയ്തികളിൽ നിന്ന് ശാപങ്ങളിൽ നിന്ന് വന്നതാണ് ഗുളികദോഷം. അത് 2ാം ഭാവത്തിൽ നിന്നാൽ ധനം, കുടുംബം, വാക്ക് ഈ 3നെയും ബാധിക്കും. അപ്പോ ഇത് എപ്പോഴും ബാധിക്കത്തില്ല. നമ്മുടെ ഒരു നല്ല സമയത്ത് സ്മൂത്തായി പോകും. എത്രയോ വലിയ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ജോലിയിലിരിക്കുന്നവര് നല്ല രീതിയിലൊക്കെ ജീവിച്ചിട്ട് ഒരു പെട്ടെന്നൊരു ബ്ലോക്ക് വന്ന് ജീവിതമേ തകർന്നു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും കാലം കഴിഞ്ഞു പോകും. കാരണം ഇവര് വേണ്ട സമയത്ത് വേണ്ടപ്പോ വേണ്ടത് ചെയ്യാത്തതിന്റെ, അതായത് കതിരുമയെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ കണക്ക് അപ്പോഴേക്കും അവരുടെ ഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ
ഇതെല്ലാം പിതൃദോഷം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ജാതകത്തിൽ ഗുളികദോഷം സർപ്പദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തറവാട്ടിൽ നിന്നുള്ള ശാപദോഷവും അതുപോലെ തന്നെ പിതൃദോഷവും ഉണ്ട്. അതിന് ജീവിതത്തിൽ ഒറ്റ തവണ പരിഹാരം ചെയ്തു തന്നെ പോയാലേ ജീവിതം സ്മൂത്ത് ആവുള്ളൂ. ഇത് ഞാൻ ഒരുവിധം എനിക്ക് അറിയാവുന്നവരോടെല്ലാം പറയാറുണ്ട്. കാരണം പൂർവികമായിട്ട് എന്നെ ഒരു പയ്യന്നൂരുള്ള കാങ്കോൽ ഉണ്ടായിരുന്ന ഈശ്വരൻ നമ്പൂതിരി അദ്ദേഹം പരിഹാര മാർഗങ്ങൾ പഠിപ്പിച്ച ഏറ്റവും പ്രധാനം പറഞ്ഞ, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. കാരണം എൻ്റെ ജാതകം കുറച്ച് നല്ല ജാതകമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമി ഈ ജാതക പ്രകാരം ഞാൻ വളരെ വലിയ അവസ്ഥയില്ല, അതായത് നല്ലൊരു പിന്നെ ഇന്റലിജന്റ് ഓഫീസർ തസ്തികയിൽ എത്തേണ്ട ഒരാളാണ്, പക്ഷെ ഞാൻ അതിലൊന്നും എത്തിയില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗ്യങ്ങളെ കെടുത്തുന്ന രീതിയിൽ 9ാം ഭാവത്തിൽ ഗുളികനുണ്ട്. ഈ ഗുളികന് ദോഷം പരിഹാരം ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എത്താത്തത്. ഇനിയിപ്പോ ഈ പ്രായത്തിൽ 30-35 വയസ്സായിട്ട് ഇനി നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, പിന്നെ ഗുളികദോഷ പരിഹാരം ചെയ്യുമ്പോൾ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകും. പക്ഷെ വരേണ്ടിയിരുന്ന മഹാഭാഗ്യങ്ങൾ വരാതെ പോകും. നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോൾ അതിൽ ധാരാളം ഭാഗ്യയോഗങ്ങൾ ഉണ്ടാവും. ഗജകേസരി യോഗം, ഹംസയോഗം, രാജയോഗം, മഹാലക്ഷ്മി യോഗമൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു പ്രായവും പരിധിയും കഴിഞ്ഞിട്ട് 10-40 വയസ്സായി ജാതകം എടുത്ത് നോക്കിയിട്ട് പറയും ഇങ്ങനെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും അനുഭവത്തിൽ വന്നിട്ടില്ല. കാരണം ഈ പൂർവ്വജന്മദോഷങ്ങളും പിതൃദോഷവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിതൃസ്മരണയും കർക്കിടകവാവ് ബലിയും നടത്തി, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിൽ തിലഹവനമെങ്കിലും ചെയ്ത് ആ ദിവസം വ്രതാനുഷ്ഠാനത്തോടെ ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരുന്നാലും പിതൃക്കളെ സ്മരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വിശ്വാസം വേണം, അന്ധവിശ്വാസം വേണ്ട. എങ്കിലും നമ്മളെ പൂർവ്വ പിതാമഹന്മാരെ നമുക്ക് ഭൂമിയിലേക്ക് വരാൻ നമുക്ക് വഴിയൊരുക്കിയ, നമ്മുടെ ആ ജനറ്റിക്കലി നമ്മുടെ ആ പാരമ്പര്യമായിട്ട് നമ്മുടെ DNA തന്ന ആ ഒരു പാരമ്പര്യത്തെ, ആ പാരമ്പര്യത്തിന് അവകാശികളായവരെ അനുസ്മരിക്കണം. തീർച്ചയായിട്ടും കർക്കിടകവാവ് ബലി നമുക്ക് നമ്മുടെ സ്വയം ശുദ്ധീകരണത്തിന് ആവശ്യമായൊരു ആചരണവും വ്രതാനുഷ്ഠാനവുമാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളെ അതിന്റെ പ്രാധാന്യത്തോടു കൂടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ മൊബൈൽ നമ്പറുണ്ട്. ഞാൻ അധികം കോൾ അറ്റൻഡ് ചെയ്യില്ല. വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾക്കും ചോദ്യങ്ങളും പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്താൽ ഞാൻ മറുപടി തരുന്നതാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും നന്നായി വരട്ടെ. ഈ പിതൃബലി എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. പിതൃക്കൾക്കെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.